പ്രിയപ്പെട്ട പൂരാട നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയാനുള്ളത്. വർഷാദ്യത്തിൽ നേരിയ തടസ്സങ്ങളും വീഴ്ചകളും ഉണ്ടാകുമെങ്കിലും പിന്നീട് ഗുണാനുഭവങ്ങൾ കൂടി വരുന്നതാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. കാലങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മികച്ച ചികിത്സാരീതിയിലൂടെ രോഗശാന്തി ഉണ്ടായി വരുന്നതാണ്. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനും ഗൃഹനിർമ്മാണത്തിനും ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. വിവാഹം വൈകിയവർക്കും വിവാഹം കഴിക്കുന്നതിന് താല്പര്യമുള്ളവർക്കും ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരമുണ്ടാകുന്നതാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേരിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ വർഷം സ്ഥാനക്കയറ്റം മുതലായ മികച്ച നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു. തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കുന്ന ശീലം മാറ്റിയെടുത്തില്ല എങ്കിൽ കുടുംബാന്തരീക്ഷം കലുഷിതമാവുന്നതാണ്. വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറാൻ സാധ്യത കാണുന്നു. സമൂഹത്തിലെ ചില പ്രമുഖരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരിലൂടെ ചില മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നവർ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റുപിടിച്ച് മനസമാധാനം നഷ്ടപ്പെടുവാനും മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കാനുമുള്ള അവസരം ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട്. ജാഗ്രത പുലർത്തുക. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പഠനം നടത്തുന്നവർക്ക് ഈ വർഷം മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. വർഷാദ്യത്തിൽ നേരിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ദീർഘദൂര യാത്രകൾ നടത്തുന്നതിനും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ സാമാന്യമായൊരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ദോഷപരിഹാരാർത്ഥമായി ഇനി പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ശിവക്ഷേത്രത്തിൽ ജലധാര, ഭസ്മാഭിഷേകം, ശിവന് അഘോര മന്ത്രാർച്ചന എന്നിവ കഴിപ്പിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപായസം നിവേദിക്കുന്നതും ശ്രീകൃഷ്ണന് വെണ്ണ നൈവേദ്യം, തുളസിമാല എന്നിവ ചാർത്തുന്നതും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഗുണകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.